ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അപ്പാർട്ട്മെന്റ് ടൂറാണ് കാണിക്കാൻ പോകുന്നത്. പ്രസവരക്ഷയ്ക്ക് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ആയുർസൂതികയിലാണ് ഉള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെന്റിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ വഴി വന്നിട്ട് ഇതാ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരിക്കൽ വന്നവരാരും പിന്നീട് ഇത് മറക്കത്തില്ല. ഈ ഒരു കുത്തനുള്ള റോഡായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് ഇറങ്ങി വരുന്നത് ഇതാ നമ്മുടെ ആയുർസൂതികയിലോട്ടാണ്. ആക്ച്വലി ഇതൊരു ആയുർവേദിക് ഹോസ്പിറ്റലാണ്. സോ പ്രസവശേഷമുള്ള ഒരു അമ്മയുടെ കുഞ്ഞിൻ്റെ കംപ്ലീറ്റ് ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ ഇതാ ഇവിടെ സെറ്റാണ്. പലതരം പാക്കേജിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഇതാ അവൈലബിൾ ആണ് കേട്ടോ. അതായത് 14 ഡേയ്സ് പാക്കേജ് ഉണ്ട്, 21 ഡേയ്സ് പാക്കേജ് ഉണ്ട്, പിന്നെ 30 ഡേയ്സ് പാക്കേജ് ഓൾസോ 40 ഡേയ്സ് പാക്കേജ്. ഇത്രയൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ എടുത്തിട്ടുള്ളത് 30 ഡേയ്സ് പാക്കേജ് ആണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഒരു റൂം വരുന്നത് കേട്ടോ. അതായത് സെക്കൻഡ് ഫ്ലോറിലൊക്കെ AC റൂമാണ്. അപ്പോൾ നമ്മളത് AC ഒന്നും ഇല്ലാത്ത റൂമാണ്. നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ഓരോ അപ്പാർട്ട്മെൻറ്റും F1, F2, G1, G2, S1, S2 എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം ടാഗ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ F2ലാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കയറി വരുന്നത് തന്നെ നേരെ ഒരു ഹാളിലോട്ടാണ്. സോഫയും ടേബിളും വൈഫൈ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു TVയും ഇവിടെ സെറ്റാണ് കേട്ടോ. മൊത്തം 2 ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു റൂമിനകത്താണ് നമ്മുടെ അമ്മയും കുഞ്ഞും കിടക്കാനുള്ളത്. അത് അവർ സെപ്പറേറ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു അലമാര ഇതിനകത്ത് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബേബിയുടെ കഷ്ണ തുണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെക്കാനുള്ള ബാസ്ക്കറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. കറണ്ട് പോയാൽ യൂസ് ചെയ്യാനുള്ള ഫാന് എല്ലാം ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം വന്നിട്ട് റൂം അറ്റാച്ച്ഡ് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും കൂടെ യൂസ് ആക്കാനുള്ള ആ ഒരു തോതിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ 2 റൂമിൻ്റെയും സെൻറ്ററിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബൈസ്റ്റാൻഡറിന് യൂസ് ചെയ്യാനുള്ള ബെഡ്റൂമും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കാണിക്കാം. ഇതും അത്യാവശ്യം നല്ല വൃത്തിയും വെടുപ്പും വലിപ്പവും എല്ലാം ഉള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ. ബെഡ്റൂമിലും ഹാളിലും കിച്ചണിലും ഒക്കെ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു ഷെൽഫൊക്കെ ഉണ്ടല്ലോ, അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. കിച്ചൺ വന്നിട്ട് ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ കിച്ചണാണ്. കിച്ചണിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കബോർഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഫ്രിഡ്ജ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടെ കുറച്ച് സ്പേസ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ്. ചുടുവെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അയല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ തോരിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി ഫാമിലിക്ക് പാർക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സൗകര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്പാർട്ട്മെന്റ് ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.